ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എൽ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മെയ് 22 നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അസിസ്റ്റന്റ് ലോ പൈലറ്റിൻ്റെ എക്സാം വരാനിരിക്കുകയാണ്, ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം വരാനിരിക്കുകയാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ടെക്നീഷ്യൻ ഗ്രേഡ് 3ഉം വരാനിരിക്കുകയാണ്. അപ്പോൾ ഡിസംബർ മാസത്തോടു കൂടി തന്നെ ടെക്നീഷ്യൻ എക്സാംസിൻ്റെ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാംസിൻ്റെ RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ടെക്നിക്കൽ എക്സാംസിൻ്റെയും ടയർ 1 കംപ്ലീറ്റ് ആവുകയാണ്. അതിൽ തന്നെ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യുടെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ ടയർ എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം തന്നെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അടുത്ത വർഷം വീണ്ടും ആദ്യം എന്ത് വരുന്നു, ALP അസിസ്റ്റന്റ് ലോ പൈലറ്റ് പരീക്ഷ വീണ്ടും വിളിക്കുന്നതാണ് RRB പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരാനിരിക്കുന്ന എല്ലാ എക്സാംസിനും, ഇനി അത് കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന NTPC എക്സാം ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി എക്സാം ആയിക്കോട്ടെ, അതിനൊക്കെ യൂസ്ഫുൾ ആവുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഈ പറഞ്ഞ പോലെ മെയ് 22 ഒരു ഷിഫ്റ്റിലെ 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതിലെ? ജനറൽ അവയർനെസ് പാർട്ടിലെ. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതൊരു സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിലെ മാത്സ് അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എത്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഓറിയൻറ്റേഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനറൽ അവയർനെസ്സിൻ്റെ വിഷയങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: കറണ്ട് അഫെയർ ടോപ്പിക്സും സ്റ്റാറ്റിക് ടോപ്പിക്സും. കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കറണ്ട് അഫെയറിൽ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓറിയൻറ്റേഷനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ജനറൽ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ജനറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് എന്താണ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, എക്കോണമി പോലുള്ള സബ്ജക്റ്റുകളും അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK ആയിട്ടുള്ള ജനറൽ നോളജ് ലെവലിലുള്ള ഭാഗങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ വേൾഡ്, അങ്ങനെയുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്തിനു വരുന്നത്, ഈ സ്റ്റാറ്റിക് GK പാർട്ടിനകത്ത് വരുന്നുണ്ട്. അത് സ്റ്റാറ്റിക് പോർഷനാണ്, പക്ഷെ എന്താണ്, GK പോർഷനാണ്. ഈ പറയുന്ന നമ്മുടെ ഹിസ്റ്ററിക്കകത്തോ പൊളിറ്റിക്കകത്തോ ജോഗ്രഫിക്കകത്തോ എക്കണോമിക്സിനകത്തോ ഒന്നും കവർ ചെയ്യാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫാക്ച്വൽ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ആ ഭാഗവും ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ് ജനറൽ അവയർനെസ്സിന് പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കുന്നത്, ടെക്നിക്കൽ എക്സാംസിന് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്, മുൻപ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് നിങ്ങൾ മുന്നിലേക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. നമുക്ക് സമയങ്ങളായത് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The time period between a full moon and the next full moon is slightly longer than how many days? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയാമെങ്കിൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാനും സാധ്യതയുണ്ട്. ഫുൾ മൂണിനും 2 ഫുൾ മൂണുകൾക്കിടയിലുള്ള ദൈർഘ്യം എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഫുൾ മൂണുകൾക്കിടയിലുള്ള ദൈർഘ്യം. അപ്പോൾ ഫുൾ മൂൺ എന്താണ്, ന്യൂ മൂൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം അറിയണം. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസിയാണെന്നും ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൗർണമിയാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 പൗർണമികൾക്കിടയിലുള്ള ദിവസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്, 29.5 ഡേയ്സ് ആണ്. 31 ഡേയ്സും 26 ഡേയ്സും നിങ്ങൾക്ക് ഒഴിവാക്കാം. ഭൂരിഭാഗം കുട്ടികൾ എന്ത് കുത്താൻ സാധ്യതയുണ്ട്, 28 ദിവസം കുത്താൻ സാധ്യതയുണ്ട്. ചന്ദ്രമാസം 28 ദിവസമാണല്ലോ എന്നുള്ള കൺസെപ്റ്റിൽ 28 ഡേയ്സ് കുത്താൻ സാധ്യതയുണ്ട്. 29.5 ഡേയ്സ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ചന്ദ്രൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. എവിടെ നിന്ന് നോക്കുന്നു, ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചന്ദ്രൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ആസിഫ് സാർ എടുത്തിട്ടുള്ളതാണ്. ജോഗ്രഫിയുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇവിടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് തരിക, അതാണ് ഞാനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുൾ മൂണിൻ്റെ പ്രത്യേകത എന്താ, ഈ കാണുന്നതാണ് ഫുൾ മൂൺ അല്ലേ, ഈ കാണുന്നതാണ് ഫുൾ മൂൺ. ഫുൾ മൂണിൽ സണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആരിയിരിക്കുന്നത്, ചന്ദ്രൻ ഇരിക്കുന്നത്. സണ്ണ്, എർത്ത്, മൂണ്, ഇങ്ങനെ വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഫുൾ മൂൺ എന്ന് വിളിക്കുന്നത് അല്ലേ. ന്യൂ മൂണിൻ്റെ അവസ്ഥ എന്താ, ന്യൂ മൂണിനകത്ത് സണ്ണ്, മൂണ്, എർത്ത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇത് തന്നെയാണ് ഇവിടെയും ഉള്ളത്.
അപ്പോൾ ഒരു ഫുൾ മൂൺ ഇത് കഴിഞ്ഞ് അടുത്ത വരുന്ന ഫുൾ മൂൺ, ഈ രണ്ട് ഫുൾ മൂണുകൾക്കിടയിലുള്ള ദിവസം എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ചന്ദ്രൻ എന്ന് പറയുന്ന, മൂൺ എന്ന് പറയുന്ന ആ ബോഡി അതിന്റെ സ്വന്തം ആക്സിസിൽ കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര എന്ന് പറഞ്ഞാൽ മൂൺ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 24 മണിക്കൂറാണ്. അതാണ് നമ്മളൊരു ദിവസം എന്ന് പറയുന്നത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 365 ദിവസമാണ്. അതിനാണ് നമ്മൾ 1 റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ ചന്ദ്രനും ഉണ്ടല്ലോ. ചന്ദ്രൻ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര? ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ചന്ദ്രന്റെ കാര്യത്തിൽ ഇത് രണ്ടും എന്താണ്? തുല്യമാണ്. 27.3 ഡേയ്സ് വെച്ചുകൊണ്ടാണ് ചന്ദ്രൻ എന്ത് ചെയ്യുന്നത്? ഒരു വട്ടം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതും ഒരു വട്ടം ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതും 27.3 ദിവസം കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കി ഉറപ്പിച്ചു വെക്കുക. ഇത് രണ്ടും ഒരേ സമയമായതുകൊണ്ടാണ് ചന്ദ്രനും ഭൂമിയും ടൈഡലി ലോക്ക്ഡ് ആണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ്. ഇപ്പോൾ ചന്ദ്രന്റെ റൊട്ടേഷൻ ടൈം പീരീഡും റെവല്യൂഷൻ ടൈം പീരീഡും സെയിം ആണെന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് ചന്ദ്രനും ഭൂമിയും ടൈഡലി ലോക്ക്ഡ് ആണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്. 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി അപ്പൊ എന്താണ് ഈ 29.5? 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഒരു വട്ടം റിവോൾവ് ചെയ്ത് എത്തുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 27 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 27.3 ദിവസം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ പൗർണമി കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് 29.5 ദിവസം എടുക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യം. അതാണ് ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ അമാവാസി ആയിരിക്കുന്ന സമയം അല്ലെങ്കിൽ ആ സ്ഥലത്ത് അല്ല രണ്ടാമത്തെ അമാവാസിയുടെ സമയത്ത് ഭൂമി ഇരിക്കുന്നത്, അല്ലേ? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയും സൂര്യനും ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഒന്നാമത്തെ അമാവാസിയിൽ ചന്ദ്രൻ എവിടെയാണോ ഇരുന്നിരുന്നത് ആ പൊസിഷനിലാണോ രണ്ടാമത്തെ അമാവാസിയിൽ ഇരിക്കുന്നത്? അല്ലേ? ചന്ദ്രൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടായിരിക്കുന്നത്. ഈ പൊസിഷൻ, ഈ ഒരു ആംഗിൾ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ ആണോ ഇവിടുത്തെ ആംഗിൾ? അല്ല. ഇതൊരു അക്യൂട്ട് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? ഇത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ ഈ ആംഗിളാണ് നിങ്ങൾ ഇവിടെ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് എവിടെ വരണം? ഇവിടെ വരണം, അല്ലേ? അപ്പോൾ ചന്ദ്രൻ കറങ്ങി ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഭൂമി എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് 27-ന് പകരം 29 ദിവസം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ആ ഒരു മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് 29.5 ദിവസം എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നത്. 29.5 ദിവസം എന്ന് പറയുന്നത് എക്സാക്ട് അല്ല, അത് ആവറേജ് ആണ് ആക്ച്വലി. ഭൂമിയുടെ അച്ചുതണ്ട്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ ഭൂമിയുടെ അപ്പോജിയുടെയും പെരിജിയിലുമുള്ള ആവറേജ് എടുത്തിട്ടാണ് ഈ 29.5 ഡേയ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. അവിടെ പോയിട്ട് ക്ലാസ് കാണാം. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വീണ്ടും പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാക്സിംഗ് ആണ് സംഭവിക്കുന്നത് എന്നും, ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോകുമ്പോൾ വെയിനിങ് ആണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുമ്പോൾ വാക്സിംഗ് ആണെന്നും, ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോകുമ്പോൾ വെയിനിങ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതും ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴായിട്ട് പല ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി 8 ഫേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ മൂണിൽ സ്റ്റാർട്ട് ചെയ്ത് വാക്സിംഗ് ക്രസന്റ് ഫസ്റ്റ് ക്വാർട്ടർ, വാക്സിംഗ് ഗിബസ്, ഫുൾ മൂണ്, വെയിനിങ് ഗിബസ്, തേർഡ് ക്വാർട്ടർ, വെയിനിങ് ക്രസന്റ്, അങ്ങനെയാണ് പോകുന്നത്. ഈ സൈക്കിൾ എത്ര ദിവസം കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 29.5 ദിവസം കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. എന്നാൽ മൂൺ ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 27.322 ദിവസമാണ്. The moon is tidally locked with Earth, which means that it spins on its axis exactly once each time it orbits our planet. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് അത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനും ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യാനും എടുക്കുന്ന സമയം എന്താണ്? സെയിം ആണ്. ഇതും തമ്മിൽ മാറ്റം വരാൻ കാരണം എന്താണ്? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് 29.5 ദിവസമായിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ? ഓരോ ഫേസും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വാക്സിംഗ് എന്താണ്, വെയിനിങ് എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ രാത്രിയിൽ ആകാശത്ത് എന്ത് ചെയ്യുക? ചന്ദ്രനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചന്ദ്രൻ ഉദിക്കുന്നത് 50 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറുമാണ്. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്. അതുപോലെ തന്നെ മൂണും ഉദിക്കുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണ്. അസ്തമിക്കുന്നത് എവിടെയാണ്? വെസ്റ്റിലാണ്. അത് ആദ്യത്തെ ഫാക്ട്, ഫസ്റ്റ് ഫാക്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, മാറ്റി വെക്കുക. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇന്ന് പൗർണമിയാണെന്ന് വിചാരിക്കുക. ഇന്ന് പൗർണമിയാണ്, അതായത് ഇന്ന് ഫുൾ മൂൺ ആണ് എന്ന് വിചാരിക്കുക. ഫുൾ മൂണിന്റെ പ്രത്യേകത എന്താ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്തായിരിക്കും ചന്ദ്രൻ ഉദിക്കുന്നുണ്ടായിരിക്കുക. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തായിരിക്കും ചന്ദ്രൻ ഉദിക്കുന്നുണ്ടായിരിക്കുക. പൗർണമി നാളിൽ സൂര്യ അസ്തമയവും ചന്ദ്രന്റെ ഉദയവും ഒരുമിച്ചായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് മാറ്റി വെച്ചു.
ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? സൂര്യനും ചന്ദ്രനും കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പൗർണമി നാളിൽ സൂര്യൻ എപ്പോഴാണോ അസ്തമിക്കുന്നത് അപ്പോഴായിരിക്കും ചന്ദ്രൻ ഉദിക്കുന്നുണ്ടായിരിക്കുക. മൂന്നാമത്തെ പോയിന്റ്, അമാവാസി നാളിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ചായിരിക്കും ഉദിക്കുന്നുണ്ടായിരിക്കുക. അമാവാസി നാളിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ചായിരിക്കും ഉദിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഡൗട്ട് വരും, അതെങ്ങനെയാണ് സാർ അങ്ങനെ മാറി 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 വരുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ദിവസവും ചന്ദ്രൻ ഉദിക്കുന്ന സമയം 50 മിനിറ്റ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ചന്ദ്രൻ ഉദിക്കുന്നത് 6 മണിക്കാണ്, വൈകുന്നേരം 6 മണിക്കാണെന്നുണ്ടെങ്കിൽ നാളെ ചന്ദ്രൻ ഉദിക്കുന്നത് 6:50 മറ്റന്നാൾ ചന്ദ്രൻ ഉദിക്കുന്നത് 7:40 അതിൻ്റെ പിറ്റേ ദിവസം 8:30 പിറ്റേ ദിവസം 9:20 പിറ്റേ ദിവസം 10:10 അങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് എന്ത് ചെയ്യും? ഈ വെയിനിങ്ങിൽ നിന്നും വാക്സിനിലേക്കും വാക്സിനിൽ നിന്നും വെയിനിങ്ങിലേക്കും മാറിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ്റെ ഫേസുകൾ മാറിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങളിവിടെ സൈഡ് നോട്ടായിട്ട് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ആകാശത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൺസെപ്റ്റ് ക്ലാസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലാസിക്കൽ ഡാൻസ് ഒഡീസി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒഡീസി ഏത് സ്റ്റേറ്റിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഒഡീഷ. പേരിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. വളരെ സിമ്പിളാണ്. എല്ലാ ഷിഫ്റ്റിലും, മിക്കവാറും ഷിഫ്റ്റുകളിലൊക്കെ ഒരു ചോദ്യമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസിക്കൽ ഡാൻസോ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസോ ചോദിക്കാറുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് 8 ഉള്ളൂ, പഠിക്കാനായിട്ട് സുഖമാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിനകത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ക്ലാസിക്കൽ ഡാൻസ് ഫോമും അതിൻ്റെ സ്റ്റേറ്റുകളും എഴുതി വെച്ച് പഠിച്ചു പോവുക. ഭരതനാട്യം തമിഴ്നാടാണ്, അറിയാലോ. മണിപ്പൂരി മണിപ്പൂരാണ്, നോർത്ത് ഇന്ത്യൻ എളുപ്പമാണ്. കഥക് നോർത്ത് ഇന്ത്യ, ഒഡീസി ഒഡീഷ, കഥകളി കേരള, മോഹിനിയാട്ടം കേരള, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, സത്രിയ ആസാം. കേരളത്തിലുള്ളത് മറക്കില്ല, ഭരതനാട്യം തമിഴ്നാടാണെന്നുള്ളത് മറക്കില്ല, മണിപ്പൂരി മണിപ്പൂരാന്നുള്ളത് മറക്കില്ല, ഒഡീസി ഒഡീഷയിലാണെന്നുള്ളത് മറക്കില്ല. കഥക്, കുച്ചിപ്പുടി, സത്രിയ, ഇത് മൂന്നും കൃത്യമായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് റിപ്പബ്ലിക് ബിക്കോസ്. ഇപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് ഒരു രാജ്യം റിപ്പബ്ലിക് ആണെന്ന് പറയുന്നത്? അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരിയെ അല്ലെങ്കിൽ അതിൻ്റെ ആ രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവനെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണോ? അല്ല. കണ്ടെയ്ൻസ് എ ബിൽ ഓഫ് റൈറ്റ്സ് ആണോ? അല്ല. ഹാസ് നോ ഹെറിഡിറ്ററി എലമെന്റ്സ് ആണോ? അതാണ് അതിൻ്റെ ആൻസർ. പ്രൊവൈഡ്സ് ഫോർ എൻ എലക്റ്റഡ് പാർലമെന്റ് ആണോ? പാർലമെന്റ് ഉണ്ടായതുകൊണ്ട്, എലക്റ്റഡ് പാർലമെന്റ് ഉണ്ടായതുകൊണ്ട് രാജ്യം റിപ്പബ്ലിക് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഇറ്റ് ഹാസ് നോ ഹെറിഡിറ്ററി എലമെന്റ്സ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മോണാർക്ക്, ബ്രിട്ടൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മോണാർക്കാണ്. പക്ഷേ അവിടെ പാർലമെന്റ് ഉണ്ട്, അതുകൊണ്ട് ആ രാജ്യം റിപ്പബ്ലിക് ആണെന്ന് പറയാൻ പറ്റും? ഇല്ല. അവിടെ ഇപ്പോഴും രാജ്യ തലവൻ ആയിട്ടിരിക്കുന്നത് രാജാവോ രാജ്ഞിയോ ആണ്. ഓക്കെ ആണല്ലോ? നമ്മളിത് പ്രിയാമ്പിളിൻ്റെ ഭാഗത്തിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊന്നുകൂടെ ഒന്ന് നോക്കി പോവാം. പ്രിയാമ്പിൾ നമുക്ക് എന്ത് വരുന്നു? ബേസിക് ഐഡിയ തരുന്നു. എന്തിനെ പറ്റിയിട്ട്? സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് പവർ ലഭിക്കുന്നത് എന്നുള്ളത് പ്രിയാമ്പിളിനകത്ത് തന്നെ പറയുന്നുണ്ട്. എവിടെ നിന്ന് ലഭിക്കുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ജനങ്ങൾ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. അതാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നേച്ചർ എന്താണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. നീതി ഉറപ്പുവരുത്തുക. ആർക്ക്? അതിനുള്ള എല്ലാ പൗരന്മാർക്കും നീതി ഉറപ്പുവരുത്തുക, സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക, തുല്യത ഉറപ്പുവരുത്തുക, സൗഹാർദ്ദം ഉറപ്പുവരുത്തുക. നീതി ഏത് രീതിയിലുള്ള നീതിയാണ്? സാമൂഹികമായ, സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. അത് എവിടെ നിന്നെടുത്ത ഐഡിയ ആണ്? USSR നിന്നെടുത്ത ഐഡിയ ആണ്. ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എവിടെ നിന്നെടുത്ത ആശയങ്ങളാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളാണ്. ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ, ഇന്ത്യൻ ഭരണഘടന ഏത് ദിവസമാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? 26 നവംബർ 1949 അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഒരേ ഒരു വട്ടം മാത്രമാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ഏത് വർഷമാണ്? 1976. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആര് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്, അടിയന്തരാവസ്ഥ കാലത്താണ്. ആ അമെൻമെന്റിലൂടെ എന്താണ് ആഡ് ചെയ്യപ്പെട്ടത്? സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ആഡ് ചെയ്യപ്പെട്ടു, സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്യപ്പെട്ടു, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ പ്രിയാമ്പിളിനെ പറ്റിയിട്ട് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മുഗൾ എംപറർ ഫൗണ്ടഡ് ഫത്തേപൂർ സിക്രി ആസ് ഇസ് ക്യാപിറ്റൽ സിറ്റി? നമ്മൾ മെഡിവൽ ഇന്ത്യയിൽ അക്ബറിനെ പറ്റി പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. ഫത്തേപൂർ സിക്രി ആരാണ് ഡെവലപ്പ് ചെയ്തത്? അക്ബറാണ്. മുഗൾ ചക്രവർത്തിമാരെ പറ്റിയിട്ട് നമ്മൾ കോഡ് പഠിച്ചതാണ്. ബഹുമാനപ്പെട്ട അക്ബറിനെ ജനങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. ബഹു, ബാബർ, ഹുമാന, ഹുമയൂൻ, അക്ബർ, ജനങ്ങൾ, ജഹാംഗീർ, സന്തോഷത്തോടെ ഷാജഹാൻ, ഓർക്കുന്നു ഔറംഗസേബ്. ഇതാണ് ഏർലി മുഗൾസ് അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ
കഴിവുള്ള ഏറ്റവും എന്താ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള പ്രബലരായിട്ടുള്ള ആദ്യകാല മുഗൾ ചക്രവർത്തിമാരുടെ പേരുകൾ ഈ കോഡിലൂടെ ഓർത്തുവരിക്കുക. ഇത് നമ്മൾ മെഡീവൽ ഇന്ത്യയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവരുടെ കൺസ്ട്രക്ഷൻസ് ഓരോന്നും നമുക്ക് നോക്കാം. ബാബർ ചക്രവർത്തി അല്ലെങ്കിൽ ബാബർ പണി കഴിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്ചറാണ് ജുമാ മസ്ജിദ് ഡൽഹിയിലെ. അക്ബറിന്റെ ആഗ്ര ഫോർട്ട്, ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹുമയൂന്റെ സ്മാരകം ടോംബ് ആര് പണി കഴിപ്പിച്ചാണ്? അക്ബർ പണി കഴിപ്പിച്ചതാണ്. ജഹാംഗീറിന്റെയാണ് ഗ്രാൻഡ് മോസ്ക് എവിടെയുള്ളത്? ലാഹോറിലുള്ളത്. ഷാജഹാന്റെയാണ് താജ്മഹൽ റെഡ് ഫോർട്ടും പണി കഴിപ്പിച്ചിട്ടുണ്ട്, താജ്മഹലും പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഔറംഗസേബിന്റെ സമയത്ത് പണി കഴിപ്പിച്ചതാണ് ബീബി ക മക്ബാര. അതെവിടെയാണ്? ഔറംഗാബാദിലാണ്. ഔറംഗാബാദ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് ഔറംഗസേബ് പൊതുവെ ആർട്ട്, ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാത്ത, അതിനെതിരെ മുഖം തിരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ ബീബി ക മക്ബാര ആക്ച്വലി പണി കഴിപ്പിച്ചത് ഔറംഗസേബിന്റെ മകനായിട്ടുള്ള പ്രിൻസ് അസം ഷായാണ്. ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔറംഗസേബ് ഉത്തരത്തിനകത്തില്ല, ഓപ്ഷനകത്തില്ല എന്നുണ്ടെങ്കിൽ അസം ഷാ ഉണ്ടെങ്കിൽ അസം ഷാ ആയിരിക്കും ഉത്തരം എന്നുള്ള കാര്യം കൂടെ ഇവിടെ നൈസിൽ ഓർത്തിരിക്കുക. ഓക്കെ, മൂവിങ് ഓൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പ്രസിഡന്റ് സെർവ്ഡ് ദ ലോങ്സ്റ്റ് ഇൻ ഓഫീസ്? ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിലെ മിസ്ലേനിയസ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഇത്തരത്തിൽ പ്രസിഡന്റ്മാരെ പറ്റിയിട്ടും പ്രൈം മിനിസ്റ്റർമാരെ പറ്റിയിട്ടൊക്കെ കണ്ടതാണ്. അപ്പോൾ അവരുടെ ടൈം ലൈൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 ടേം ആയിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും കുറവ് കാലം ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ടിരുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കീർ ഹുസൈനാണ്. അദ്ദേഹം 2 വർഷം ഇരുന്നപ്പോൾ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് മരിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് സക്കീർ ഹുസൈനാണ്. 2 വ്യക്തികളാണ് പ്രസിഡന്റ് ആയിരിക്കും ഓഫീസിലിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ ആള് സക്കീർ ഹുസൈൻ, രണ്ടാമത്തെ ആള് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് അടിയന്തരാവസ്ഥ കാലത്തെ ആരായിരുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത്. പിന്നെ അതിനുശേഷം 10ാമത്തെ പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയാം, KR നാരായണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. APJ അബ്ദുൾ കലാം, പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ടൈം ഓർത്തിരിക്കുക, 2002 മുതൽ 2007 വരെ. പ്രതിഭ പാട്ടീൽ, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീലാണ്. പിന്നെ പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാംസ് ഹാവ് ബീൻ ബിൽറ്റ് ഓൺ ദ റിവർ കൃഷ്ണ? കൃഷ്ണ നദിയുടെ തീരത്ത് പണിതിട്ടുള്ള ഡാം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണനുമായിട്ട് ബന്ധമുള്ളത് ആരാണ്? അർജുനനാണ്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? നാഗാർജുന സാഗർ ആണ്. നമ്മുടെ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡാംസിൻ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഹയസ്റ്റ് ഡാം എവിടെയാണ്? തേറി ഡാമാണ് ഉത്തരാഖണ്ഡിലെ. ഏത് നദിയുടെ തീരത്താണ്? ഭഗീരഥി നദിയുടെ തീരത്താണ്. ലോങ്സ്റ്റ് ഡാം എവിടെയാണ്? ഹിരാക്കുഡ് ഡാമാണ്. എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. ഓൾഡസ്റ്റ് ഡാം, ഏറ്റവും പഴക്കം ചെന്ന ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? കല്ലണൈ ഡാമാണ്, തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്താണ്. ഇത് ആദ്യത്തെ ഫാക്റ്റുകളായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാംസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിനകത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നാഗാർജുന സാഗർ ഡാം എവിടെയാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൃഷ്ണ രാജസാഗർ ഡാം ഉണ്ട്, അതെവിടെയാണ്? അത് കാവേരി നദിയുടെ തീരത്താണ്. അപ്പം അങ്ങനെയുള്ള പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. പ്രധാനപ്പെട്ട ഡാംസ് ഒക്കെ ഒന്ന് നോക്കി പോവുക. ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നോക്കിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാംസ് നമ്മൾ ഈ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ നോക്കി പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജനറൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി കുറച്ച് സ്റ്റാറ്റിക് GK ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി സ്റ്റാറ്റിക് GK എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഈ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് അതെന്താണ്? കറണ്ട് അഫെയർ ആണ്. ഇന്ന് അത് സ്റ്റാറ്റിക് GK ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഗ്രീൻ ഫീൽഡ് സ്മാർട്ട് സിറ്റി? ഇത് കറണ്ട് അഫെയർ ആയിരുന്നു. ഈ ചോദ്യം ഇടുന്ന സമയത്ത് ഇത് കറണ്ട് അഫെയർ ആയിരുന്നു. പക്ഷേ ഈ ചോദ്യം മാറാൻ, ഇതിന്റെ ഉത്തരം ഇനി മാറാൻ പോകുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഗ്രീൻ ഫീൽഡ് സ്മാർട്ട് സിറ്റി എന്ന് 2019 JEE നടത്തുമ്പോൾ ചോദിച്ചാലും 24 ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇട്ട സമയത്ത് കറണ്ട് അഫെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്? സ്റ്റാറ്റിക് GK ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അടൽ നഗറാണ്. ഛത്തീസ്ഗഡിലെ അടൽ നഗറാണ്. ബാക്കി എല്ലാ നഗരങ്ങളും നിങ്ങൾ കേട്ടിട്ടുള്ള നഗരങ്ങളാണ്. അപ്പോൾ ആ രീതിയിലും കൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസിന് അനലൈസ് ചെയ്തുകൊണ്ട് നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഗ്രീൻ ഫീൽഡ് സ്മാർട്ട് സിറ്റി എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അടൽ നഗറാണ്. ഛത്തീസ്ഗഡിലെ ന്യൂസിൽ നിറഞ്ഞു നിന്നിരുന്ന സമയമാണ്. അടൽ നഗർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? റായ്പൂർ എന്ന് വിളിക്കുന്ന സിറ്റിയാണ്, നവ റായ്പൂർ. അപ്പോൾ റായ്പൂർ 2001 ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്ത സമയത്ത് റായ്പൂർ ആണ് അതിന്റെ ക്യാപിറ്റലായിട്ട് ചൂസ് ചെയ്തത്. ഇന്നും റായ്പൂർ തന്നെയാണ് അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ വേണം, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ വേണമെന്ന് അന്ന് തൊട്ടേ ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ നവ റായ്പൂർ എന്ന് പറയുന്ന ഒരു നഗരം പടുത്തുയർത്താനായിട്ട് തീരുമാനിക്കുന്നത്. ആ നവ റായ്പൂർ എന്ന് പറയുന്ന നഗരമാണ് എന്ത്? അടൽ നഗർ എന്ന് പറയുന്നത്. അടൽ നഗർ, നവ റായ്പൂർ എന്ന് പറയുന്നത്. ആ കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഭാവിയിൽ എന്ത് ചെയ്യും? റായ്പൂരിനെ റീപ്ലേസ് ചെയ്യും, അടൽ നഗർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വെൻ ഈസ് നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ഒബ്സർവ്ഡ്? ഡേ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, LP എക്സാം ആയിക്കോട്ടെ, ടെക്നീഷ്യൻ്റെ എക്സാംസ് ആയിക്കോട്ടെ, NTPC എക്സാമും ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ ഒരു ഡേ എങ്കിലും ഒരു ഷിഫ്റ്റിൽ ചോദിച്ചു കാണും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നമ്മൾ ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് എന്നാണ്, ആ ഡേയിലെ തീമുകൾ കൃത്യമായിട്ട് 2 വർഷത്തെ ചുരുങ്ങിയത് ലാസ്റ്റ് 2 ഇയേഴ്സിലെ തീംസ് എങ്കിലും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം വരുന്നതാണ്. അപ്പോൾ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്നാണ്? ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വേണമെങ്കിൽ ഒഴിവാക്കാം. സ്റ്റിൽ ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേറെ വഴിയില്ല, അറിഞ്ഞിരുന്നേ പറ്റൂ. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഡിസംബർ 14 അപ്പോൾ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് ഡിസംബർ 14, 1991 തൊട്ടാണ് അത് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. അത് ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? മിനിസ്ട്രി ഓഫ് പവർ. മിനിസ്ട്രി ഓഫ് പവറിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന ബ്യൂറോ ആണ്. മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്. 1991 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഡിസംബർ 14 നമ്മൾ ഈ പറഞ്ഞ പോലെ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അതിന്റെ ഈ വർഷത്തെ 2024 വരാനിരിക്കുന്നേ ഉള്ളൂ. 2023 തീം എന്താണ്? ഫോസ്റ്ററിംഗ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആൻഡ് ഇന്നോവേഷൻസ് ആണ്. ഫോസ്റ്ററിംഗ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആൻഡ് ഇന്നോവേഷൻസ് ആണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ തീം ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ചിലപ്പോൾ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്നാണെന്നാണ് 2019 ചോദിച്ചതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വർഷം അതിന്റെ തീം ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റിൽ ഇതൊരു ചോദ്യമായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദീസ് കൺട്രീസ് വെർ ദ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഹെൽഡ്? ഏത് രാജ്യത്താണ് ഏറ്റവും ആദ്യം ഏഷ്യൻ ഗെയിംസ് ഹെൽഡ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട ഉത്തരമാണ്. എവിടെയാണ്? ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലായിരുന്നു. ഏത് വർഷം? 1951. അപ്പോൾ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നതിനെ ഏഷ്യാഡ് എന്ന് വിളിക്കുന്നുണ്ട്. അതൊരു മൾട്ടി സ്പോർട്ട് ഇവന്റ് ആണ്. എല്ലാ 4 വർഷം കൂടുമ്പോഴും അത് നടക്കും. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒട്ടുമിക്ക സമയങ്ങളിലും 4 വർഷങ്ങൾ കൂടുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏഷ്യൻ ഗെയിംസ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 നടന്നിട്ടുള്ളത്. ഇന്ത്യ 2 വട്ടമാണ് ഏഷ്യൻ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് 1982 ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് 19ാമത്തെ എഡീഷൻ ആയിരുന്നു. അത് ചൈനയിൽ വെച്ചിട്ടാണ് നടന്നത് 2022. അന്ന് 45 രാജ്യങ്ങളാണ് അതിനകത്ത് പങ്കെടുത്തത്. ചൈനയാണ് ടോപ്പായിട്ട് വന്നത്. ഇന്ത്യ 4ാം സ്ഥാനമാണ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമായി 107 മെഡലുകളോടുകൂടി ഇന്ത്യ 4ാം സ്ഥാനം ഈ പറഞ്ഞ ഏഷ്യൻ ഗെയിംസിനകത്ത് സെക്യൂർ ചെയ്തു. 20ാമത്തെ എഡീഷൻ നടക്കാൻ പോകുന്നത് എയ്ച്ചിയൻ നഗോയ, ജപ്പാനിനകത്തുള്ള എയ്ച്ചിയൻ നഗോയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏഷ്യൻ ഗെയിംസ് ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഏഷ്യൻ ഗെയിംസിൽ ഏതൊക്കെ ഗെയിംസ് ആണുള്ളത്, ഏതൊക്കെ സ്പോർട്സ് ആണുള്ളത്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പോർട്സ് ഇവന്റുകൾ ഈ നാഷണൽ ലെവലിലുള്ള ഏതെങ്കിലും സ്പോർട്സ് ഇവന്റുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് വർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് പൊതുവെ. സ്പോർട്സിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇനി, ഇൻ വിച്ച് സ്പോർട്ട് വാസ് രഘുനന്ദൻ ഗോഖലെ ദ ഫസ്റ്റ് പേഴ്സൺ ടു വിൻ ദ ദ്രോണാചാര്യ അവാർഡ്? ഏത് സ്പോർട്സിനകത്താണ് രഘുനന്ദൻ ഗോഖലെ ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് വാങ്ങിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നത്? രഘുനന്ദൻ ഗോഖലെ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. അദ്ദേഹത്തിന് എന്താ അവാർഡ് കിട്ടി? ദ്രോണാചാര്യ അവാർഡ് കിട്ടി. അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് എന്തിനു കൊടുക്കുന്ന അവാർഡാണ്? കോച്ചുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ രഘുനന്ദൻ ഗോഖലെ ഒരു കോച്ചാണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഏത് സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻഡ് അവർ കീ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ സ്പോർട്ട് ഇവന്റിന് ആദ്യമായിട്ടാണ് എന്ത് കിട്ടുന്നത്? ദ്രോണാചാര്യ അവാർഡ് കിട്ടുന്നത്. അപ്പം ഏതാണ് ഇവന്റ്? ചെസ്സാണ്. അപ്പോൾ രഘുനന്ദൻ ഗോഖലെ എങ്ങനെയാണ് കറണ്ട് അഫെയറിൽ വന്നിട്ടുള്ള ടോപ്പിക്കാണ് ആക്ച്വലി. അദ്ദേഹം 1986 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് കറണ്ട് അഫെയറിൽ വന്നതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ചെസ്സിന് ദ്രോണാചാര്യ അവാർഡ് കിട്ടുന്നത് ആർക്കാണ്? രഘുനന്ദൻ ഗോഖലെക്കാണ്. അപ്പം he was the first to win ദ്രോണാചാര്യ അവാർഡ് in chess in 1986 for coaching അനുപമ ഗോഖലെ. ദ്രോണാചാര്യ അവാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ കോച്ചുകൾക്ക് കൊടുക്കുന്നതാണ്. ആദ്യം കൊടുത്തത് 1985 1985 3 പേർക്കാണ് അന്ന് അവാർഡ് കിട്ടിയത്. അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് ON നമ്പ്യാർ. PT ഉഷയുടെ കോച്ചാണ് ON നമ്പ്യാർ എന്ന് പറയുന്നത്. ലാസ്റ്റ് കൊടുത്തത് 2023 അത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 2023 ഈ പറഞ്ഞ പോലെ ദ്രോണാചാര്യ അവാർഡ് കൊടുത്തത് ആർക്കൊക്കെയാണ്? ജസ്കിരത് സിംഗ് ഗ്രവാൾ ഗോൾഫിന് കിട്ടിയിട്ടുണ്ട്. ഭാസ്കരൻ കബഡിക്ക് കിട്ടിയിട്ടുണ്ട്. ജയന്ത കുമാർ പുഷിലാൽ ടേബിൾ ടെന്നീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ അവിടെ ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. 2023 അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് ഓൾസോ കോൾഡ് ടാറ്റ നഗർ? ടാറ്റ നഗർ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഇത് ലോജിക്കലായിട്ട് നിങ്ങൾക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ടാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് എന്താണ്? ജംഷഡ്ജി ടാറ്റ. ജംഷഡ്പൂർ ആണ് ടാറ്റ നഗർ എന്ന് അറിയപ്പെടുന്നത്.
അല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് പഠിച്ചു പോകാൻ പറ്റില്ല. നമ്മുടെ കൈവശമുള്ള നമ്മുടെ GK നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റണം. കാരണം ഇതൊന്നും ഒരു റാങ്ക് ഫയലിൽ നിന്നും ഒരു ക്ലാസ്സിൽ നിന്നും നമുക്ക് അതിനെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വളരെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ടാറ്റ നഗർ, ടാറ്റ എന്ന് പറയുമ്പോൾ ജംഷഡ്ജി ടാറ്റയാണ് നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കുന്ന ടാറ്റ എന്ന് പറയുന്ന പേര്. അപ്പോൾ അദ്ദേഹത്തിനെ കമമറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെംസ്ഫോർഡ് എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയാണ് ഒരു ഗ്രാമത്തിന് എന്ത് പേര് കൊടുത്തത്? ജംഷഡ്പൂർ എന്ന പേര് കൊടുത്തത്. അത് പിന്നീട് ടാറ്റ നഗർ എന്നും അറിയപ്പെടാൻ തുടങ്ങി. സോ 919 ലോർഡ് ചെംസ്ഫോർഡ് ആണ് സാക്ഷി എന്ന് പറയുന്ന ഗ്രാമത്തിന് ജംഷഡ്പൂർ എന്ന് പറയുന്ന പേര് കൊടുത്തത്. ആരെ കമമറേറ്റ് ചെയ്തുകൊണ്ട്? ജംഷഡ്ജി ടാറ്റയെ അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളെ ബഹുമാനാർത്ഥം കൊടുത്തതാണ്. ജംഷഡ്പൂരിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ടാറ്റ നഗർ. അപ്പം രത്തൻ ടാറ്റയൊക്കെ മരിച്ചത് കൊണ്ട് ഈ ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. കറണ്ട് അഫയറിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഇത് കറണ്ട് അഫയർ, പ്യൂർലി കറണ്ട് അഫയർ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. വിച്ച് സ്പോർട്ട് വാസ് ആർത്തർ പെരേര അസോസിയേറ്റഡ് വിത്ത്? ഏത് സ്പോർട്സ് ആണ്? ഫുട്ബോൾ ആണ് ആർത്തർ പെരേര അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇദ്ദേഹം 2018 മരണപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ ഒരു പരിധി വിട്ട് പറ്റില്ല. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന ടോപ്പിക് കറണ്ട് അഫയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കറണ്ട് അഫയർ സ്ഥിരമായിട്ട് RRB ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം? സ്പോർട്സിലെ പേഴ്സണാലിറ്റീസ്, ഓരോ കളികളിലെയും, ഓരോ ഗെയിംസിലെയും, ഓരോ ഇവന്റിലെയും പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസിനെ പഠിച്ചു പോവുക. അത് മരണപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അത്, പുതിയ റെക്കോർഡുകൾ എന്തെങ്കിലും ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത്, പുതിയ അവാർഡുകൾ നേടിയിട്ടുണ്ടെങ്കിൽ അത്, ആ രീതിയിൽ അതിനെ പഠിച്ച് പോവുക. അതേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്? കറണ്ട് അഫയറിലെ ന്യൂസ് വന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്കീം പ്രപ്പോസ്ഡ് ബൈ HRD മിനിസ്ട്രി ടു ട്രാക്ക് അക്കാഡമിക് പെർഫോമൻസ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ അക്രോസ് ദ കൺട്രി? അപ്പോൾ MHRD മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്കീമാണ്. എന്തിനു വേണ്ടി? ട്രാക്ക് ചെയ്യാൻ. എന്ത്? അക്കാഡമിക് പെർഫോമൻസ്. ആരുടെ? സ്കൂൾ കുട്ടികളുടെ. എങ്ങോളമുള്ള, രാജ്യത്തെമ്പാടുമുള്ള സ്കൂൾ കുട്ടികളുടെ അക്കാഡമിക് പർപ്പസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി MHRD എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പുതിയ സ്കീം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ സ്കീമിന്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുള്ള വകുപ്പുണ്ട്. ഇത് ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഓപ്ഷനിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ള വകുപ്പുണ്ടോ നോക്കാം. പാഠശാല എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ ശാല അസ്മിതയാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നതാണ് ലോജിക്കലി. എപ്പോഴും നടക്കണമെന്നില്ല. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം വരുന്നത് ശാല അസ്മിതയാണ്. ശാല അസ്മിത എന്ന് പറയുന്ന സ്കീം ഈ പറഞ്ഞ പോലെ MHRD കൊണ്ടുവന്നതാണ്. അത് അക്രോണിം ആണ്. എന്തിൻ്റെ? ഓൾ സ്കൂൾ മോണിറ്ററിംഗ് ഇൻഡിവിജ്വൽ ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ്. 2016 തൊട്ട് ന്യൂസ് ആർട്ടിക്കിൾസിൽ ഈ സ്കീമിനെ പറ്റി നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് എന്ത് ചെയ്തത്? കറണ്ട് അഫയറിൽ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. സ്കീംസും കറണ്ട് അഫയറിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ്. സ്കീംസ്, സ്പോർട്സ്, അവാർഡ്സ്, അല്ലെ, ഡിഫൻസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇതൊക്കെ സ്ഥിരമായിട്ട് RRB ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മേഖലകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് പോവുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഇൻ ഏപ്രിൽ ഹാസ് സെൻഡ് എ ടീം ഓഫ് ക്ലൈംബേഴ്സ് അപ്പ് മൗണ്ട് എവറസ്റ്റ് ടു മെഷർ ഇറ്റ്സ് ഹൈറ്റ്? മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് അളക്കുന്നതിന് വേണ്ടി ഏപ്രിൽ മാസം, അപ്പോൾ അത് അഗെയിൻ കറണ്ട് അഫയർ ആണ്. ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ 2019 ഏപ്രിൽ മാസം ഒരു രാജ്യം മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് അളക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലൈംബേഴ്സിനെ അയച്ചു. ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിനകത്തു നിന്ന് നിങ്ങൾക്ക് ആദ്യം എന്തിനെ ഒഴിവാക്കാൻ വേണമെങ്കിൽ റഷ്യനെ ഒഴിവാക്കാം. കാരണം മൗണ്ട് എവറസ്റ്റുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്തൊരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ പർവ്വതമായിട്ട് ബൗണ്ടറി ഉണ്ട്. നേപ്പാളിനകത്താണ് മൗണ്ട് എവറസ്റ്റിന്റെ ഒരു ഭാഗം ഇരിക്കുന്നത്. ടിബറ്റിനകത്താണ് മറ്റേ ഭാഗം ഇരിക്കുന്നത്. ടിബറ്റ് ചൈനയുടെ കയ്യിലാണ്. സോ ബാക്കി 3 രാജ്യങ്ങൾക്ക് മൗണ്ട് എവറസ്റ്റ് ആയിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. റഷ്യനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഇനി ഇതിൽ ഏത് രാജ്യമായിരിക്കും? സോ 2019 ഈ ചോദ്യം ചോദിക്കാനിടയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൽ 2015-16 കാലഘട്ടങ്ങളിൽ, 15ലാണ് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി. 7.8 വരെ റിക്ടർ സ്കെയിലിൽ റീഡിംഗ് കാണിച്ചിട്ടുള്ള ഒരു ഭൂമികുലുക്കം ഉണ്ടായി. അപ്പോൾ ഈ ഭൂമികുലുക്കത്തിന്റെ ഭാഗമായിട്ട് മൗണ്ട് എവറസ്റ്റിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നേപ്പാളാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലൈംബേഴ്സിനെ അയച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉത്തരം വരുന്നത് നേപ്പാളാണ്. നേപ്പാളീസ് ക്ലൈംബേഴ്സ് ആർ റീമെഷറിംഗ് മൗണ്ട് എവറസ്റ്റ് ഫോളോയിങ് ഡൗട്ട്സ് അബൌട്ട് ഇറ്റ്സ് ഹൈറ്റ്. ഏപ്രിൽ 2019 ന്യൂസിൽ വന്നിട്ടുള്ള ഭാഗമാണ്. ഇനി ഇപ്പോൾ റീസെൻ്റ്ലി കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? മൗണ്ട് എവറസ്റ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് എക്സ്പ്ലെയിൻ മൗണ്ട് എവറസ്റ്റ് അനോമലസ് ഗ്രോത്ത് ഇൻ ന്യൂ സ്റ്റഡി. ഒരു മാസം മുന്നേ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം. ഏപ്രിൽ 2015 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7.8 മാഗ്നിറ്റ്യൂഡ് അതവിടെ കഴിഞ്ഞു. സർവേ ഓഫ് ഇന്ത്യ മെഷർ ചെയ്തിരിക്കുന്നത് 8848 മീറ്റർ എന്നാണ്. ഇതിപ്പം കൂടിയിട്ടുണ്ട്. 8849 അടുപ്പിച്ചായിട്ടുണ്ട്. ഒരു 80-90 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് മാറിയിട്ടുണ്ട്. 954 മെഷറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി എവറസ്റ്റ് ഹാസ് ഗെയിൻഡ് റഫ്ലി 15 to
50 മീറ്റർ 15 മുതൽ 50 മീറ്റർ വരെ കഴിഞ്ഞ 89,000 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിമാലയൻ പർവ്വതം വളർന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് കോശി നദിയും അരുൺ നദിയും തമ്മിൽ മെർജ് ചെയ്തതാണ്. ഇതാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെർജിങ്ങിന്റെ ഭാഗമായിട്ട് അപ്ലിഫ്റ്റ് റേറ്റ് അതിന്റെ തോത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 0.2 to 0.5 millimeters per year എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ന്യൂസും കൂടെ കഴിഞ്ഞൊരു മാസമായിട്ട് പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. സോ അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പഠിച്ച് പോവുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് വാട്ടർ ഡേ? 2019 വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്താണ്? ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ലോജിക്കലി എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാം? വേൾഡ് വാട്ടർ ഡേ ആണ്. ഫോറസ്റ്റുമായിട്ട് ഇതിന് കാര്യമായിട്ട് ബന്ധം വരാൻ സാധ്യതയില്ല. സോ ഇതാണ് ലീസ്റ്റ് ഇതിൻ്റെ ഉത്തരമാവാൻ സാധ്യതയുള്ളത്. വെറ്റ്ലാൻഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ ഓൾറെഡി വെറ്റ്ലാൻഡ് ഡേ സെപ്പറേറ്റ് ഒരു ഡേ ആഘോഷിക്കുന്നതാണ്, February 2 വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതാണ്. സോ അതും ആവാനുള്ള സാധ്യതയില്ല. ദ സൺ, ദ എർത്ത് ആൻഡ് ദ വെതറും എർത്തും സണ്ണും വാട്ടർ ഡേയും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു ബന്ധം വരാൻ സാധ്യതയുണ്ടോ? മേ ബി വരാം. അപ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട്. ലീവിങ് നോ വൺ ബിഹൈൻഡ്, ഇത്രമാത്രം ഈ പറഞ്ഞ പോലെ ജലക്ഷാമമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ കിലോമീറ്റർ കണക്കിന് ആളുകൾ തലയിൽ കുടം വെച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്. സോ ആരെയും ലീവിങ് നോ വൺ ബിഹൈൻഡ് എന്ന് പറയുന്നതാണ് എന്തായിരുന്നത്, വേൾഡ് വാട്ടർ ഡേ 2019 തീമായിരുന്നത്. ലോജിക്കലി ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ ലോജിക്കൽ ഗസ്സിങ് എന്ന് പറയുമ്പോൾ എല്ലാ ചോദ്യത്തിനും ഇത്തരത്തിൽ കറക്കി കുത്തുക അല്ലെങ്കിൽ ലോജിക്കലി ഗസ് ചെയ്ത് ഞാൻ ഒരു ഉത്തരത്തിൽ എത്തുക എന്നുള്ളതല്ല നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. നിങ്ങൾ 100 ചോദ്യങ്ങളാണ് നിങ്ങളുടെ കൈവശമുള്ളത്. ഈ 100 ചോദ്യങ്ങളിൽ നിങ്ങളുടെ അറ്റംപ്റ്റിന്റെ നമ്പർ കുറവാണ്. മാത്സും റീസണിങ്ങും സയൻസിലും നിങ്ങൾക്ക് അധികം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജനറൽ അവയർനെസ് ആണ് നിങ്ങൾ അവസാനമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ അറ്റംപ്റ്റ് ഭയങ്കരമായിട്ട് കുറയും എന്ന് തോന്നുന്ന നിമിഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ലോജിക്കൽ ഗസ്സുകൾ, ഇത്തരത്തിലുള്ള ലോജിക്കലായിട്ടുള്ള റിസ്കുകൾ നിങ്ങൾ എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ കയറി എല്ലാ ചോദ്യങ്ങളും അങ്ങ് അറ്റംപ്റ്റ് ചെയ്യല്ല വേണ്ടത്. സോ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സെക്യൂർ ആണ്, മാത്സിലും റീസണിങ്ങിലും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്തോ, സയൻസിൽ അറിയാവുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്തോ, ജനറൽ അവയർനെസ്സിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തോ, അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലാണോ, നിങ്ങൾക്ക് ഒരു 80 മുതൽ 90 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺനെസസറി റിസ്കുകൾ എടുക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ അറ്റംപ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസിനെ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് 50-50 ചാൻസുകളുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. ആ കാര്യം കൂടെ ഓർത്ത് വെച്ച് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ചാടിക്കറി അറ്റൻഡ് ചെയ്യാതിരിക്കുക. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലിവിങ് നോ വൺ ബിഹൈൻഡ് ആണ്. വേൾഡ് വാട്ടർ ഡേ ഒബ്സർവ് ചെയ്യുന്നത് എല്ലാ വർഷവും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മാർച്ച് 22 ഒബ്സർവ് ചെയ്യുന്നത്. വേൾഡ് വാട്ടർ ഡേയുടെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ. ഈ 3 ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട തീംസ് ആയിരിക്കും വേൾഡ് വാട്ടർ ഡേയിൽ റിപ്പീറ്റ് ചെയ്ത് വരിക. അത് ഓർത്ത് വെക്കുക. ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ, ഈ 3 ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട തീംസ് ആയിരിക്കും വേൾഡ് വാട്ടർ ഡേയിൽ റിപ്പീറ്റ് ചെയ്ത് വരിക. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട്. 2023 വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്ന് പറയുന്നത് ആക്സലറേറ്റിംഗ് ചേഞ്ച് എന്നുള്ളതായിരുന്നു. 2024 വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ് ആയിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ആ ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. ഒരു 4-5 ചോദ്യത്തോളമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 15-ൽ 5 എന്ന് പറഞ്ഞാൽ 1/3. ബാക്കി 2/3 ക്വസ്റ്റ്യൻസും സ്റ്റാറ്റിക് പാർട്ടാണ്. അതിൽ തന്നെ ജനറൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റൻസ് നമ്മളിവിടെ കണ്ടില്ല. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി എന്നുള്ള ക്വസ്റ്റൻസ് നമ്മൾ കണ്ടു. അതല്ലാതെ സ്റ്റാറ്റിക് GK പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റൻസ് നമ്മളിവിടെ കണ്ടു. അപ്പോൾ അതിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. കറണ്ട് അഫെയറിനും വെയിറ്റേജ് ഉണ്ട്. 5 ചോദ്യമുണ്ട്. 3-1 ഭാഗം കറണ്ട് അഫെയർ ആണ്. അതിൽ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഡേയ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓരോ ഡേ, ഇപ്പോൾ വേൾഡ് വാട്ടർ ഡേ ചോദിച്ചു, എനർജി കൺസർവേഷൻ ഡേ ചോദിച്ചു, അതിന്റെ തീംസും ചോദിച്ചു. സ്പോർട്സിനകത്ത് തന്നെ ഓരോ ഇവന്റുകൾ ചോദിച്ചു. പിന്നെ അവാർഡുകൾ, ദ്രോണാചാര്യ അവാർഡ് ചോദിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നമ്മുടെ PYQ സെഷൻസിൻ്റെ ഭാഗമായിട്ട് തരുന്ന ക്ലാസ്സുകളും ബാക്കി കണ്ടന്റുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള സെഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം.